जयो राधा माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपी जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपी जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुनतीरवनचारी जयो कुंज बिहारी जयो यमुनतीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा 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 हरे 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 रामा रामा हरे हरे जयो जगन्नाथ जयो जगन्नाथा बलदेवा जय सुभद्रमायी जयो जगन्नाथा जयो जगन्नाथा बलदेवा जय सुभद्रमायी जय कृष्ण बालाराम जय कृष्ण बालाराम कृष्ण बालाराम जय कृष्ण बालाराम जय कृष्ण बालाराम जय कृष्ण बालाराम कृष्ण बालाराम जय कृष्ण बालाराम जय गौरानिता जय गौरानिता गौरानिता जय गौरानिता जय गौरानिता जय गौरानिता गौरानिता जय गौरानिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപയാൽ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധം അധ്യായം 3 കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ് എന്നുള്ള അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം ആണ് ഇന്ന് നമ്മൾ ഭക്തന്മാരുടെ കൃപയാൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്ലോകം ഞാൻ വായിക്കാം.
തൃതീയാം ഋഷിസർഗം വൈ തൃതീയാം ഋഷിസർഗം വൈ ദേവ് ദേവർഷിത്വമുപേത്യ സഹ ദേവർഷിത്വമുപേത്യ സഹ തന്ദ്ര തന്ത്രാം സത്വതാമാചഷ്ട തന്ത്രം സത്വതാമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ തൃതീയാം ഋഷിസർഗം വൈ തൃതീയാം ഋഷിസർഗം വൈ ദേവർഷിത്വമുപേത്യ സഹ ദേവർഷിത്വമുപേത്യ സഹ തന്ത്രാം സാത്വതാമാചേഷ്ട തന്ത്രാം സാത്വതാമാചേഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ തൃതീയാം ഋഷിസർഗം വൈ ദേവർഷിത്വമുപേത്യ സഹ തന്ത്രാം സാത്വതാമാചേഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. തൃതീയം മൂന്നാമത്തെ ഋഷി സർഗം ഋഷികളുടെ സഹസ്രവർഷം വൈ നിശ്ചയമായും ദേവവർഷിതം ദേവന്മാരുടെ മധ്യയുള്ള ഋഷി അവതാരം ഉപേത്യ അംഗീകരിച്ച ശേഷം സാഹ അവൻ തന്ത്രം ഹലോ കേൾക്കാമോ? ഹരേ കൃഷ്ണ കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. താങ്ക് യു. ഉപേത്യ അംഗീകരിച്ച ശേഷം സാ അവൻ തന്ത്രം വേദവിശദീകരണങ്ങളിൽ സത്വതം ഭക്തിയുക്ത സേവനത്തെ സവിശേഷമായി ഉദ്ദേശിച്ച ആജഷ്ട സംഭരിച്ചു നൈഷ്കർമ്മ്യം കർമ്മഫലങ്ങൾ ഉളവാകാത്ത പ്രവൃത്തി കർമ്മണ കൃത്യത്തിന്റെ യതഃ അതിൽ നിന്നും വിവർത്തനം ഋഷിമാരുടെ സഹസ്രവർഷത്തിൽ ദേവന്മാരിൽ ശ്രേഷ്ഠ ഋഷിയായ ദേവർഷി നാരദന്റെ രൂപത്തിൽ ഭഗവാൻ മൂന്നാമത്തെ അവതാരം എടുത്തു. ഭക്തിയുക്ത സേവനത്തെയും നൈഷ്കർമ്മത്തെയും വിശദീകരിക്കുന്ന വേദതന്ത്രങ്ങളെ അദ്ദേഹം സംഭരിച്ചു. ഭാവാർത്ഥം എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷന്റെ അധികാരപ്പെടുത്തപ്പെട്ട അവതാരമായ ശ്രേഷ്ഠ ഋഷി നാരദൻ പ്രപഞ്ചം മുഴുവൻ ഭക്തിയുക്ത സേവനം പ്രചരിപ്പിച്ചു. സർവപ്രപഞ്ചത്തിലെയും വിവിധ ഗ്രഹങ്ങളിലെയും അഖില ജീവവർഗങ്ങളിലെയും സമസ്ത ഭഗവത് ഭക്തരും അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ശ്രീമദ് ഭാഗവത രചയിതാവായ ശ്രീല വ്യാസദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഭഗവത് ഭക്തിയുക്ത സേവനത്തെ പ്രതിപാദിക്കുന്ന വേദ വിശദീകരണമായ നാരദ പഞ്ചരാത്രത്തിന്റെ കർത്താവ് ശ്രീനാരദനാകുന്നു. കർമ്മഫല ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപ്തമാക്കാൻ ലൗകികരെ നാരദ പഞ്ചരാത്രം പരിശീലിപ്പിക്കുന്നു. സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കയാൽ ഫലോദിഷ്ട കർമ്മങ്ങളിൽ ലൗകികർ അത്യന്തം ആകർഷിതരാകുന്നു. പ്രപഞ്ചം മുഴുവനും ലൗകികരായ വിവിധ ജീവവർഗങ്ങളാൽ പരിപൂരിതമാണ്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ എല്ലാവിധ സാമ്പത്തിക പുരോഗമന പദ്ധതികളും ഉൾപ്പെടുന്നു. എന്നാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് പ്രകൃതി നിയമങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. മാത്രവുമല്ല, കർമ്മത്തിൽ ഏർപ്പെടുന്നവൻ നല്ലതും ചീത്തയുമായ അത്തരം പ്രതിപ്രവർത്തനങ്ങളാൽ വലയം ചെയ്യപ്പെടുന്നു. സത്കർമ്മങ്ങൾ ഭൗതികക്ഷേമവും ദുഷ്കർമ്മഫലങ്ങൾ ഭൗതിക ക്ലേശവും ഉണ്ടാക്കുന്നു. എന്നാൽ ക്ഷേമമെന്നും ക്ലേശമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഭൗതിക അവസ്ഥ പരമമായി ദുരിതത്തെ മാത്രമാണ്
വിവക്ഷിക്കുന്നത്. നിരുപാധികമായ അവസ്ഥയിലെ ശാശ്വത ആനന്ദം പ്രാപ്തമാക്കുന്നത് എങ്ങനെയെന്ന് മൂഢരായ ഭൗതികവാദികൾക്ക് അറിയില്ല. ആനന്ദത്തിന്റെ എപ്രകാരമാണ് അനുഭവസിദ്ധമാക്കുന്നത് എന്ന് ഈ മൂഢരായ ഭൗതികവാദികൾക്ക് ശ്രീ നാരദൻ അറിവ് നൽകുന്നു. ലോകത്തിലെ രോഗഗ്രസ്തരായ വ്യക്തികൾക്ക് ആത്മീയ സ്വതന്ത്ര അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം അദ്ദേഹം നൽകുന്നു. ഇതര പാലുൽപ്പന്ന പദാർത്ഥോപയോഗത്തിലൂടെ ഉണ്ടാകുന്ന അജീർണത്തിന് പ്രതിവിധിയായി സംസ്കരിച്ച മറ്റൊരു പാലുൽപ്പന്നമായ തൈര് ഉപയോഗിക്കാൻ രോഗിയോട് വൈദ്യൻ ഉപദേശിക്കുന്നു. ആകയാൽ രോഗഹേതുവും രോഗപരിഹാരവും ഒന്നു തന്നെയാകാം. എന്നാൽ അതിനെ നാരദനെ പോലുള്ള ഒരു വിദഗ്ധനായ ഒരു ചികിത്സകനെ കൊണ്ട് വേണം ചികിത്സിക്കാൻ. ഒരാളുടെ കർമ്മഫലങ്ങളാൽ ഭഗവാനെ സേവിക്കണമെന്ന അതേ പ്രതിവിധിയാണ് ഭഗവത്ഗീതയും പ്രദാനം ചെയ്യുന്നത്. അത് നിശ്ചയമായും ഒരാളെ നൈഷ്കർമ്മ്യ പാതയിൽ അഥവാ മോക്ഷത്തിലേക്ക് നയിക്കും. ഓം തത് സത് ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുല്ലോർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ ഗദാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീഗുരുയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹന ലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നി ഗൗതിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപിത രൂപേച്ഛ കൃപാ സിന്ധുവേവ ച പദാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണ പ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രജാ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപാ കടാശം കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെ സ്രോതസ്സാണ് എന്നുള്ള 1-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നാരദ മഹർഷിയുടെ അവതാരം, ഭഗവാന്റെ അവതാരമാണ് നാരദൻ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഋഷിമാരുടെ സഹസ്രവർഷത്തിൽ ദേവന്മാരിൽ ശ്രേഷ്ഠ ഋഷിയായ ദേവർഷി നാരദന്റെ രൂപത്തിൽ ഭഗവാൻ 3-ാമത്തെ അവതാരം എടുത്തു. ഭക്തിയുക്ത സേവനത്തെയും നൈഷ്കർമ്മത്തെയും വിശദീകരിക്കുന്ന വേദതന്ത്രങ്ങളെ അദ്ദേഹം സംഭരിച്ചു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ഭഗവാൻ നാരദനായി അവതരിച്ചതിന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് ഭക്തിയുക്ത സേവനം എന്താണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുകയും, നൈഷ്കർമ്മ്യം, കർമ്മം ചെയ്യുന്നുണ്ട് എന്നാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടത്തില്ല, നമ്മൾ ന്യൂട്രലായിരിക്കും, ആ രീതിയിൽ എങ്ങനെ കർമ്മം ചെയ്യാം എന്നതിനെ കുറിച്ചും വേദങ്ങളെ മുൻനിർത്തി പൊതുജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കലാണ് ഭഗവാൻ നാരദൻ എന്നുള്ള അവതാരം എടുത്തതിന്റെ ഉദ്ദേശം എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ നാരദ മഹർഷിയെ കുറിച്ച് അറിഞ്ഞിടാത്ത ഒരു ഭക്തന്മാർ ഈ ലോകത്തിൽ. കാരണം നാരദനെ കുറിച്ച് ഒരു ഭക്തി പ്രസ്ഥാനത്തിൽ വരുന്ന ഒരു വ്യക്തി ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നാരദനെ കുറിച്ചാണ്. കാരണം നാരദൻ അത്രത്തോളം പുകഴ്പെറ്റ
ഫേമസ് ആയ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ ഭക്തനാണ്. ഈ ലോകത്തിലെ സമസ്ത ഭക്തന്മാരെയും ഉണ്ടാക്കിയ ഭക്തനാണ് നാരദൻ, ചില്ലറക്കാരനല്ല. ഒരു ലീഡറിന്റെ കഴിവ് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ മറ്റൊരു ലീഡറിനെ ഉണ്ടാക്കും. അതാണ് ആ ലീഡറിന്റെ ശക്തി തെളിയിക്കുന്നത്. എന്നതുപോലെ ഒരു ഭക്തന്റെ കഴിവ് എങ്ങനെയെന്ന് ചോദിച്ചാൽ മറ്റൊരു ഭക്തനെ അദ്ദേഹം സൃഷ്ടിക്കും. അതാണ് ഒരു ഭക്തന്റെ കഴിവ് എന്നുള്ള അർത്ഥത്തിൽ നാരദനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, നാരദ മഹർഷി ഒരുപാട് ഭക്തജനങ്ങളെ ഉണ്ടാക്കിയ ഒരു പരമഭക്തനാണ്. അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്നാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധാരണ അവതാരങ്ങളെ കുറിച്ച് അറിയാവുന്നത് 10 അവതാരങ്ങൾ, അവതാരം എന്ന് മാത്രമേ അറിയാവൂ. എന്നാൽ ശ്രീമദ് ഭാഗവതം പഠിക്കുമ്പോൾ നമ്മളൊരു 23 അവതാരങ്ങളെ കുറിച്ച് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൽ 3ാമത്തെ അവതാരമായിട്ടാണ് ശ്രീ നാരദ മഹർഷി ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാരദ മഹർഷിയെ കുറിച്ച് ഒരുപാട് കഥകൾ പല അവസരങ്ങളിലും പല സ്ഥലത്തും വച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നാരദ മഹർഷിയുടെ ഡീറ്റെയിൽസ് പറയുന്ന ഈ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത് ലാസ്റ്റത്തെ 1-2 ലൈൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വായിച്ചിട്ട് നമുക്ക് നാരദ മഹർഷിയുടെ കൂടുതൽ ഡീറ്റെയിൽ ആയ ചർച്ചകളിലേക്ക് പോകാം. അതായത് ഈ രോഗഗ്രസ്തനായ ഒരു വ്യക്തിക്ക് ആത്മീയ സ്വതന്ത്ര അവസ്ഥയിൽ എത്തിച്ചേരുന്ന ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. ഇതര പാലുൽപ്പന്ന പദാർത്ഥ പ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന അജീർണത്തിന് പ്രതിവിധിയായി സംസ്കരിച്ച മറ്റൊരു പാലുൽപ്പന്നമായ തൈര് ഉപയോഗിക്കാൻ രോഗിയോട് വൈദ്യൻ ഉപദേശിക്കുന്നു. അതായത് പാൽ ഉപയോഗിച്ച് അസുഖം വന്നു, കൂടുതൽ പാൽ ഉപയോഗിച്ചത് കൊണ്ട് അസുഖം വന്നു. എന്നാൽ ആ അസുഖം മാറ്റാൻ മറ്റൊരു പാലുൽപ്പന്നമായ തൈരാണ് വൈദ്യൻ കൽപ്പിക്കുന്നത്. അപ്പൊ പാലും തൈരും എല്ലാം പശുവിൽ നിന്നും വരുന്ന സംഭവം തന്നെ. എന്നാൽ ഒന്ന് പാല് കുടിച്ചതിന്റെ അസുഖം മാറ്റാൻ മറ്റൊരു പാലുൽപ്പന്നം തന്നെയാണ് അതിന്റെ മരുന്നായി മാറുന്നത് പോലെ അത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആര് പറഞ്ഞു തരണം? ഒരു വൈദ്യനാണ് അത് പറഞ്ഞു തരേണ്ടത്. അപ്പൊ വൈദ്യൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പാലുൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ പാലുൽപ്പന്നം കഴിച്ചത് കൊണ്ടുണ്ടാകുന്ന അസുഖം മാറുന്നു. അപ്പൊ നമ്മുടെ കൈവശം തന്നെ അതിന്റെ മരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ആ മരുന്ന് സമയത്തിന് ഉപയോഗിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലാണ് അറിവുള്ള ഒരു ഡോക്ടർ നമുക്ക് ഉപദേശം നൽകേണ്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒറ്റയ്ക്ക് നമുക്ക് ഊഹാഭോഗത്തിലൂടെ അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഡോക്ടറിന്റെ സഹായത്തോടുകൂടി അസുഖത്തിന് മരുന്ന് കഴിക്കാൻ നമുക്ക് കഴിയുന്നത് പോലെ ഈ ഭൗതികമായ ലോകത്തിൽ രോഗികളായി വന്നിരിക്കുന്ന നമ്മൾ ഓരോ ജീവാത്മാക്കളും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് തന്നെ മോചനം നേടാൻ വേണ്ടി ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഭഗവാൻ ഭക്തന്റെ രൂപത്തിൽ അവതരിക്കുന്ന വിവിധ മുക്താത്മാക്കളുടെ ഉപദേശത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഭൗതിക സാഗരം തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാണ് ഈ പാലുൽപ്പന്നം എന്നുള്ള വാക്ക് കൊണ്ട് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ മുക്താത്മാക്കളും ഉണ്ട്, ബദ്ധാത്മാക്കളും ഉണ്ട്. ഈ ലോകത്തിൽ ഡോക്ടറും ഉണ്ട്, രോഗികളും ഉണ്ട് എന്നതുപോലെ ഡോക്ടർ രോഗികളെ ഉപദേശിക്കുന്നു, ആ ഉപദേശം അനുസരിക്കുന്ന രോഗിക്ക് അസുഖം മാറും എന്നതുപോലെ ഈ ലോകത്തിൽ ഭഗവാൻ നാരദനെ പോലുള്ള മുക്താത്മാക്കളെ അയച്ചിട്ടുണ്ട്. നമ്മളെ പോലുള്ള രോഗികളായ ബദ്ധാത്മാക്കളും ഇവിടെ ഉണ്ട്. അപ്പൊ മുക്താത്മാക്കളുടെ ഉപദേശം സ്വീകരിക്കുന്ന ബദ്ധാത്മാക്കൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള അറിവ് കിട്ടുന്നു. എങ്ങനെയാണോ രോഗിയും ഡോക്ടറും എന്നുള്ള ആ കഥ പാലും പാലുൽപ്പന്നവും എന്നുള്ള കഥ പോലെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയാണ് പാലും പാലുൽപ്പന്നമായ മറ്റൊരു ഉൽപ്പന്നമായ തൈരിലൂടെ നമുക്ക് അതിന്ന് ആ പാല് കുടിച്ചത് കൊണ്ടുള്ള അസുഖത്തിൽ നിന്ന് മാറാം എന്ന് പറയുന്നത്? അതേപോലെ ഭക്തിത്വ ഭഗവത് സേവനം എന്ന് പറയുന്നത് എന്തോ ഒന്നല്ല. ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഇവിടത്തെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് തന്നെ ഭക്തിത്വ ഭഗവത് സേവനമാകുന്ന മനോഭാവം മാത്രം നമുക്കുണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഭക്തന്മാരും ആഹാരം കഴിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്നത് പോലെ തോന്നുമെങ്കിലും അതേ പണി ചെയ്തുകൊണ്ട് മാനസികാവസ്ഥയിൽ മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് ഭൗതിക ലോകത്തിൽ നിന്നും വേർപെട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ട് ആഹാരം കഴിക്കുക, ഉണ്ണുക, ഉറങ്ങുക പോലത്തെ ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭൗതിക ലോകത്തിൽ കൂടുതൽ കുരുക്കിൽപ്പെടാനും നമുക്ക് പറ്റും. ഇതേ പ്രവൃത്തിയിൽ ഒരു മാനസികാവസ്ഥയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്ന് ഊരിപ്പോകാനും പറ്റും. അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭൗതികമായ രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും അതേ ആക്ടിവിറ്റിയിൽ അവബോധത്തിൽ കൃഷ്ണനെ ഉറപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഭൗതികമായ ആ ലോകത്തിൽ നിന്നും പുറത്തു കിടക്കാനും പറ്റും.
എന്നാൽ അതേ ഭൗതിക പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുന്നത് കൊണ്ട് സാധാരണ ആൾക്കാർക്ക് ഈ കർമ്മബന്ധനത്തിൽ കുരുക്കിലാകപ്പെടാനും പറ്റും. ഇതാണ് പാൽ ഉൽപ്പന്നം കൊണ്ട് തന്നെ പാല് കടിച്ചത് കൊണ്ടുള്ള ദോഷം മാറ്റാൻ പറ്റും, തൈര്. അതേപോലെ ഭൗതിക ലോകത്തിലുള്ള മറ്റുള്ളവരുടെ കണ്ണിലുള്ള സാധാരണ പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ കോടാനുകോടി ജന്മങ്ങളിലുള്ള കർമ്മഫലത്തിൽ നിന്ന് മുക്തമാകാനും പറ്റും എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നാരദൻ നമുക്ക് നൽകിയിരിക്കുന്ന നാരദ പഞ്ചരാത്ര വിധി എന്ന് പറയും. നാരദ പഞ്ചരാത്ര വിധി അത് പുറപ്പെട്ടിൽ വായിക്കാം. ഭക്തിത്വ സേവനത്തെ പ്രതിപാദിക്കുന്ന വേദവിശദീകരണമായ നാരദ പഞ്ചരാത്രത്തിന്റെ കർത്താവ് ശ്രീ നാരദനാകുന്നു. കർമ്മഫല ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപ്തമാക്കാൻ, കർമ്മഫല ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപ്തമാക്കാൻ ലൗകികരെ നാരദ പഞ്ചരാത്രം പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ഈ ഭൗതിക ലോകത്തിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുക്തമാക്കാൻ ഉള്ള ടെക്നോളജി, അറിവ്, ബുദ്ധി നാരദ പഞ്ചരാത്രം നൽകുന്നു. അതിന്റെ ആദരാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന നാരദ പഞ്ചരാത്രത്തിന്റെ ഉപജ്ഞാതാവായ നാരദ മഹർഷി എന്നുള്ളത്. അദ്ദേഹം ഭഗവാന്റെ തന്നെ മൂന്നാമത്തെ അവതാരമായി ശ്രീമദ് ഭാഗവതം ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയപ്പെടും. അപ്പോ ഈ പ്രപഞ്ചം മുഴുവനും ലൗകികരായ ജീവവർഗങ്ങളാൽ പരിപൂരിതമാണ്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ എല്ലാവിധ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരെ അതേ കാര്യം ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്നും ഊരി വരാൻ, കർമ്മ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകാൻ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് നാരദ പഞ്ചരാത്ര വിധിയുടെ സവിശേഷത, ഭക്തിത്വ ഭഗവത് സേവനത്തിന്റെ സവിശേഷത. ഇന്നത്തെ ശ്ലോകത്തിൽ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നു, ഭഗവത്ഗീതയും ഇതേ കാര്യം പറയുന്നു എന്നാണ്. ഒരാളുടെ കർമ്മഫലങ്ങളാൽ ഭഗവാനെ സേവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ കർമ്മഫലങ്ങളിൽ നിന്നും നമുക്ക് ഊരി വരാൻ കഴിയും എന്ന് ഭഗവത്ഗീതയും പറയുന്നു എന്ന് പറയുന്നു. ഭഗവത്ഗീത എങ്ങനെയാണ് പറയുന്നത്? ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൽ, ശ്ലോകം നമ്പർ ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ പ്രവർത്തികളെ മൂന്നായി തരംതിരിക്കാം എന്ന് പറയുന്നു. എന്താണ് ആ മൂന്നെണ്ണം? ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളെ കർമ്മമെന്നും വികർമ്മമെന്നും അകർമ്മമെന്നും പറയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. എന്താണത്? ഒന്ന് കർമ്മം, രണ്ട് വികർമ്മം, മൂന്ന് അകർമ്മം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർമ്മം എന്നാൽ എന്താണ്? അകർമ്മം എന്നാൽ എന്താണ്? വികർമ്മം എന്നാൽ എന്താണ്? നമുക്ക് നോക്കാം. കർമ്മം എന്നാൽ നമ്മൾ ചെയ്യുന്ന ഫലോദിഷ്ട കർമ്മങ്ങൾ, ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന ഭൗതിക കർമ്മങ്ങൾ. അതില് പുണ്യ പ്രവർത്തികൾ ചെയ്താൽ പുണ്യം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണം. പാപമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പാപപ്രവൃത്തികൾ കാരണം ആ പാപങ്ങൾ അനുഭവിക്കാൻ നമ്മൾ വീണ്ടും മറ്റൊരു യാതനാ ശരീരം സ്വീകരിക്കണം, വീണ്ടും ജനിക്കണം. അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഫലോദിഷ്ട കർമ്മങ്ങൾ എന്നതാണ് ഭഗവത്ഗീതയിലെ കർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ആ ശ്ലോകത്തിൽ വിവക്ഷിക്കുന്നത്. പിന്നെ ഒന്ന് വികർമ്മം എന്നാണ്. വികർമ്മം എന്ന് പറഞ്ഞാൽ ടോട്ടലി റോങ് ആക്ടിവിറ്റീസ്, ക്രൈം ആക്ടിവിറ്റീസ്, എന്നുവെച്ചാൽ നിരോധിത കർമ്മങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് വിലക്കിയിട്ടുള്ള കർമ്മങ്ങൾ. അതായത് ക്രൈം ആക്ടിവിറ്റീസ്, മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ. അതല്ലെങ്കിലും നമ്മൾ ഭൗതിക ലോകത്തിൽ തന്നെ അത് ബാൻഡാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ ആധ്യാത്മിക ലോകത്തിൽ അതിന്റെ പണിഷ്മെന്റ് ഇല്ലാതിരിക്കോ? തീർച്ചയായിട്ടും പണിഷ്മെന്റ് ഉണ്ടാവും. അപ്പൊ ക്രൈം ആക്ടിവിറ്റീസിനെയാണ് വികർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫലം ഇച്ഛിച്ച് ചെയ്യുന്ന കർമ്മം. വികർമ്മം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാപപ്രവർത്തികൾ. പാപപ്രവർത്തികൾ അല്ലെങ്കിലും ഭൗതിക ലോകത്തിൽ തന്നെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കർമ്മങ്ങൾ, പാപങ്ങൾ, അതൊക്കെയാണ് വികർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ എന്താണ് അകർമ്മം? അകർമ്മം എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നമുക്ക് പണിഷ്മെന്റ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. അതെന്താണ് അകർമ്മം? അകർമ്മം എന്നാൽ ഒരു ന്യൂട്രൽ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ നമ്മുടെ കർമ്മം എന്നുള്ളത് കൊണ്ട് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ കർമ്മഫലത്തിൽ നമ്മൾ ആസക്തരാവാതെ ഇരിക്കുകയും അതിന്റെ ഫലം എന്ത് തന്നെ ആയാലും അത് ഭഗവാനെ സമർപ്പണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതാണ് ഭക്തിയുക്ത ഭഗവത് സേവനം. നമ്മൾ വിധി പ്രകാരം നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തേ പറ്റൂ. നമ്മൾ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ആ ആക്ടിവിറ്റി ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത്
കർമ്മഫലങ്ങൾ എന്ത് തന്നെയായാലും ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ എനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ഞാൻ ചെയ്യുന്നു, എന്നാൽ അതിന്റെ ഫലം മുഴുവനും ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ കോൺഷ്യസ്നെസ്സില് അവബോധത്തില് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം എന്താണോ അത് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രവർത്തനത്തിൽ ഒരിക്കലും നമുക്ക് കർമ്മബന്ധനങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധം ചെയ്തതെങ്കിലും അർജുനന് യുദ്ധത്തിന്റെ കൊലയാണ് അർജുനൻ നടത്തിയത്. എന്നാൽ ആ കൊലയുടെ പരിണിത ഫലം അർജുനന് അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം കൃഷ്ണൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അതുകൊണ്ട് അർജുനനെ ആ കൊലയുടെ പാപം അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം കൃഷ്ണനെ മുൻനിർത്തിയാണ് മഹാഭാരത യുദ്ധം അർജുനൻ ചെയ്തത്. അപ്പൊ ഭഗവാനെ മുൻനിർത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് തന്നെ ആയാലും ഒരിക്കലും അതിന്റെ ഉത്തരവാദി നമ്മളല്ല, അത് ഭഗവാനാണ് സമർപ്പണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അത് ഭഗവാനെ സമർപ്പണം ചെയ്തതുകൊണ്ട്, അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതുകൊണ്ട് ആണ് നമുക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ലാത്തത്, അതിന്റെ പണിഷ്മെന്റ് നമ്മൾ അർഹരല്ലാത്തത്. അതായത് സർവന്റ് ചെയ്യുന്ന അതിന്റെ ഉത്തരവാദിത്വം യജമാനനാണ്. അത് ഭൗതിക ലോകത്തിൽ അങ്ങനെയാണ്. ഭൗതിക ലോകത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ യജമാനനെയാണ് പിടിക്കുന്നത്. സർവന്റ് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം യജമാനനാണ്. ഭാര്യ എവിടെങ്കിലും പോയി ഒരു പറ്റുണ്ടാക്കിയാൽ ആ പറ്റിന്റെ പണം അടയ്ക്കേണ്ടത് ഭർത്താവാണ്. എന്നതുപോലെ മക്കൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ആ പാരന്റ്സിനെ വിളിച്ചാണ് ടീച്ചർമാർ വഴക്ക് പറയുന്നത്. എന്നതുപോലെ അതിന്റെ ഉത്തരവാദി പാരന്റ്സ് ആണ്. എന്നതുപോലെ വീട്ടിലെ വളർത്തപ്പെട്ട ആരെങ്കിലും കടിച്ചാൽ അതിന്റെ ഉത്തരവാദി ആ പട്ടിയുടെ ഓണറാണ്. എന്നതുപോലെ ഭഗവാന്റെ ഭക്തന്മാരുടെ ഉത്തരവാദിത്തം ഭഗവാനാണ്. ഭഗവാനെ സമർപ്പണം ചെയ്ത് ഭക്തന്മാര് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് പുണ്യവും പാപവും ഭക്തന്മാരെ ബാധിക്കത്തില്ല. അതാണ് അകർമ്മം എന്നതുകൊണ്ട് ഭഗവത്ഗീതയിൽ വിവക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, ആഹാരം കഴിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു, സമൂഹവുമായിട്ട് ഇടപെടുന്നു. ഇതിനെ ഭൗതികമായിട്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇതേ പ്രവൃത്തി ആധ്യാത്മികമായും നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഡാൻസും പാട്ടും, ഏതെങ്കിലും ഗാനമേളയിൽ നമുക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം. എന്നാൽ അത് ഭൗതികമായ കർമ്മമാണ്. എന്നാൽ അതേ ഡാൻസും പാട്ടും ഭഗവാന്റെ ഭജനയിലും കീർത്തനത്തിലും നമ്മൾ ഡാൻസ് കൈകൊട്ടി ഡാൻസ് കളിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്. അത് ആധ്യാത്മികമാണ്, അത് സ്പിരിച്വലായി കഴിഞ്ഞു. അതേ ഡാൻസും പാട്ടുമാണ്, എന്നാൽ അത് ഒന്ന് മെറ്റീരിയലും ഒന്ന് സ്പിരിച്വലുമാണ്. അതേപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നു, അത് നമ്മൾ ഭഗവാനെ നിവേദിക്കാതെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്നത് ഭൗതികമാണ്. എന്നാൽ ഇതേ ആഹാരം കഴിക്കുന്ന പ്രക്രിയ ഭഗവാന് നിവേദിച്ച തുളസിയിട്ട് ഭഗവാനെ വെജിറ്റേറിയൻ ആഹാരം ഉണ്ടാക്കി ആത്മാർത്ഥമായി രുചിയൊന്നും നോക്കാതെ ഭഗവാൻ ആദ്യം സമർപ്പിച്ച് തുളസിയിട്ട് മന്ത്രം പറഞ്ഞ് നമസ്കരിച്ച് ആ പ്രസാദം എടുത്ത് നമ്മൾ കഴിക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ആഹാരം കഴിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി അല്ല, അതൊരു ഭക്തിയുക്ത ഭഗവത് സേവനമാണ്. അതിന്റെ കർമ്മം രണ്ടാണ്. സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്കായി ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത് എന്ന് ഭഗവത്ഗീത ശ്ലോകമുണ്ട്. എന്നാൽ ഭഗവാനെ സമർപ്പിച്ച അന്നം കഴിക്കുന്നവന്റെ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കൂടി ഇല്ലാതാകുന്നു എന്നുമുണ്ട് ഭഗവത്ഗീത ശ്ലോകം. അപ്പൊ ഇത് പഠിപ്പിക്കാനാണ് നാരദൻ ഇവിടെ വന്നത്. ഇത് പഠിപ്പിക്കാനാണ് ഭഗവാൻ ഭക്തന്മാരെ ഇങ്ങോട്ട് അയക്കുന്നത്, മുക്താത്മാക്കളെ അയക്കുന്നത്. അപ്പോ നമ്മളെ നാരദൻ ഈ വിദ്യയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷ ചെയ്യുക, ഇതേ പ്രവൃത്തി ഭൗതികമായിട്ടും ചെയ്യാം, ഇതേ പ്രവൃത്തി ആധ്യാത്മികമായും എങ്ങനെ ചെയ്യാം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഭഗവാൻ നാരദ മഹർഷിയായിട്ട് ഇവിടെ അവതരിച്ചത്. നാരദ പഞ്ചരാത്ര വിധിയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്കോണിന്റെ പൂജാ സമ്പ്രദായങ്ങളെല്ലാം ഹരേ കൃഷ്ണ ആശ്രമത്തിന്റെ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ, ഇസ്കോണിന്റെ, അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ, ശ്രീല പ്രഭുപാദർ ഉണ്ടാക്കിയ ഹരേ കൃഷ്ണ മൂവ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂജാവിധികളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭഗവാന്റെ അവതാരമായ നാരദൻ ചിട്ടപ്പെടുത്തിയ നാരദ പഞ്ചരാത്ര വിധി അനുസരിച്ചാണ് നമ്മൾ ഇസ്കോണിൽ ഭഗവാന്റെ സേവ എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ താന്ത്രിക വിധി അനുസരിച്ചാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പൂജകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇസ്കോണിൽ പൂജകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നാരദ പഞ്ചരാത്ര വിധി അനുസരിച്ചാണ്. ഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത്, നമ്മളെ വീട്ടിൽ ഭഗവാന്റെ വിഗ്രഹം വെച്ചും അല്ലെങ്കിൽ ഫോട്ടോ വെച്ചും പൂജിക്കുന്നതെല്ലാം
നാരദ പഞ്ചരാത്ര വിധിയെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നാരദ മഹർഷിയുടെ ആവിർഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാരദ മഹർഷിയെ കുറിച്ച് പറയാനുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു 10 കഥ നാരദ മഹർഷിയെ കുറിച്ച് പറയാൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു 3 കഥയും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതല്ലാതെ ഒരു 67 പോയിന്റ്സ് നാരദ മഹർഷിയെ സംബന്ധിക്കുന്ന ഒരു 67 പോയിന്റ്സും 68 പോയിന്റ്സും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. വിവിധ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നാരദ മഹർഷിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു 67 പോയിന്റ്സും ഈ 13 കഥ അല്ലാതെ പറയാനുണ്ട്. എല്ലാ കഥയും പറയാൻ പറ്റില്ല എന്നുള്ളത് ഈ 1 മണിക്കൂർ കൊണ്ട് നടക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും കുറച്ചൊക്കെ ഇന്ന് കവർ ചെയ്യാം. മറ്റൊരു ക്ലാസ്സുകളിൽ ബാക്കി കഥകളും നമുക്ക് കവർ ചെയ്യാനുള്ള മഹാഭാഗ്യം ഭഗവാൻ നമുക്ക് തരട്ടെ. അപ്പൊ നാരദനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാരദന്റെ ജനനത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ പറ്റും. നാരദൻ ബ്രഹ്മാവിന്റെ പുത്രനാണ്. ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നുമാണ് നാരദന്റെ ജനനം. മരീചി, അങ്കിരസ്, അത്രി, പുലസ്തൻ, വശിഷ്ഠൻ, പുലഹൻ, കൃതു എന്നീ വിഖ്യാതന്മാരായ സപ്തർഷികളെ ബ്രഹ്മാവ് മനസ്സുകൊണ്ടാണ് നിർമ്മിച്ചത്. അതേപോലെ തന്നെ ബ്രഹ്മാവിന്റെ ദേഷ്യത്തിൽ നിന്നും രുദ്രനുണ്ടായി. അതേപോലെ മടിയിൽ നിന്നുമാണ് നാരദ മഹർഷി ജനിക്കുന്നത്. അങ്കുഷ്ഠത്തിൽ നിന്ന് ദക്ഷനും മനസ്സിൽ നിന്ന് സനകാദികളും വാമാങ്കുഷ്ഠത്തിൽ നിന്ന് വരുണി എന്നുള്ള പുത്രയും ബ്രഹ്മാവിന് ജനിച്ചിട്ടുണ്ട്. ഈ വരുണിയെ ദക്ഷൻ പ്രജാപതി മറ്റൊരു അവസരത്തിൽ കല്യാണം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടും. അങ്ങനെ ബ്രഹ്മാവിന്റെ പ്രഥമ സൃഷ്ടിയിൽ ഒരാളാണ് നാരദൻ. എന്നാൽ നാരദൻ ബ്രഹ്മാവിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോഴും ഇന്നത്തെ ശ്രീമദ് ഭാഗവതത്തിൽ അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു അവതാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മദേവനിലൂടെ നാരദനാകുന്ന അവതാരത്തിനെ ഭഗവാൻ വിഷ്ണു അവതരിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതാണ് നാരദന്റെ ജനനത്തിനെ കുറിച്ച് നമുക്ക് ആദ്യമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിവരം. പിന്നെ നാരദന് പല ജന്മങ്ങൾ ഉള്ളതായി ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്. പല ജന്മങ്ങൾ. പ്രധാനമായിട്ടും നാരദന് 7 തരം ജന്മങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തേത് ബ്രഹ്മപുത്രനായിട്ട് ജനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് ആദ്യം ബ്രഹ്മപുത്രനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. പിന്നെ ബ്രഹ്മശാപം കൊണ്ട് തന്നെ അദ്ദേഹം ഉപബർഹണൻ എന്നുള്ള ഗന്ധർവനായി പിന്നെ ജനിക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നു. പിന്നീട് ദൂർമിള ചക്രവർത്തിയുടെ പുത്രനായി നാരദൻ എന്നുള്ള പേരിൽ അദ്ദേഹം വീണ്ടും ജനിച്ചതായിട്ടും വീണ്ടും ബ്രഹ്മപുത്രനായ നാരദനായി വീണ്ടും ജനിച്ച് മാതലിയെ വിവാഹം കഴിക്കുന്നതായിട്ടും പിന്നെ അതേ ജന്മത്തിൽ അദ്ദേഹം ഒരു കുരങ്ങനായി പരിവർത്തനം ചെയ്യപ്പെട്ടതായിട്ടും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ബ്രഹ്മപുത്രനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കൽ ദക്ഷന്റെ ശാപമേൽക്കുകയും അതിനുശേഷം അദ്ദേഹം ദക്ഷപുത്രനായിട്ടും മറ്റൊരു അവസരത്തിൽ അദ്ദേഹം ഒരു പുഴുവായിട്ടും ജന്മമെടുത്തതായിട്ടും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരേ മന്വന്തരത്തിൽ സംഭവിച്ചതല്ല. വ്യത്യസ്ത മന്വന്തരങ്ങളിലാണ് ഇത്തരം വ്യത്യസ്ത ജന്മങ്ങൾ നാരദ മഹർഷി എടുത്തതായി നമുക്ക് കാണപ്പെടുന്നത്. അങ്ങനെ വ്യത്യസ്ത ജന്മങ്ങൾ എടുക്കുമ്പോഴെല്ലാം നാരദ മഹർഷി നമുക്ക് എല്ലാവർക്കും വേണ്ടി വ്യത്യസ്തമായ വിവിധ ഗുണപാഠങ്ങൾ നമുക്ക് നൽകിയതായിട്ട് കാണപ്പെടും. എന്നാൽ ഈ ഗുണപാഠങ്ങളെല്ലാം ഒരു ഭക്തന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് യഥാവിധം മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് പാലും ഉൽപ്പന്നവും എന്നുള്ള രീതിയിലുള്ള നമ്മൾ നേരത്തെ കഥ പറഞ്ഞതുപോലെ ഒരു ഭക്തന്റെ സഹായമില്ലാതെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കാമ്പ് മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. നമുക്കാണ് രോഗമെങ്കിൽ കൂടിയും നമ്മളല്ലാതെ മറ്റൊരു വ്യക്തിയായ ഡോക്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ രോഗം മാറ്റാൻ നമുക്ക് കഴിയുന്നത് എന്നതുപോലെ നമ്മൾ ഭൗതിക ലോകത്തിൽ വന്ന് പിറന്ന ഒരു ബദ്ധാത്മാവിനെ ഒരു മുക്താത്മാവിന്റെ സഹായത്തോടെ കൂടെ അല്ലാതെ ഈ ബദ്ധജീവിതത്തിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കാൻ കഴിയില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ നാരദൻ വ്യത്യസ്ത മന്വന്തരങ്ങളിൽ വ്യത്യസ്ത അവതാരങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത ജന്മങ്ങൾ എടുത്ത് നമുക്ക് വ്യത്യസ്ത ഗുണപാഠ കഥകൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഉപകർണൻ എന്നുള്ള ഗന്ധർവൻ എന്നുള്ള രീതിയിലുള്ള ഒരു കഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത്
ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നും ജനിച്ച നാരദൻ ബ്രഹ്മചര്യം സ്വീകരിക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാല് ബ്രഹ്മദേവൻ മറ്റു പുത്രരായ മരീചി, സനകൻ മുതലായവർ ബ്രഹ്മചാരികളായി തീരുന്നതിനാൽ നാരദൻ പ്രജാസൃഷ്ടി ചെയ്യണമെന്ന് ബ്രഹ്മാവ് നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ നാരദന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുപിതനായ ബ്രഹ്മാവ് നാരദനെ അദ്ദേഹത്തിന്റെ ജ്ഞാനം നശിച്ച് 50 സുന്ദരിമാരെ കല്യാണം കഴിക്കട്ടെ എന്ന് ശപിച്ചു. ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരു കല്യാണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, തപസ് അനുഷ്ഠിക്കുന്നു. ഇവിടെ ശാപം കൊടുത്തിരിക്കുന്നത് 50 ആൾക്കാരെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ശാപമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്ഭുതം തന്നെ. നമുക്ക് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്താണോ ആഗ്രഹം അത് നമ്മുടെ വിപരീത ബുദ്ധി കൊണ്ടാണ് ആ ആഗ്രഹം ഉണ്ടാവുന്നത് എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നാരദന് കിട്ടിയ ശാപം 50 സുന്ദരിമാരെ വിവാഹം കഴിക്കട്ടെ എന്നാണ് ശാപം. എന്ത് നല്ല ശാപം! നമുക്കാണ് ഇത് കിട്ടിയിരുന്നെങ്കിലോ നമ്മൾ എന്ത് സന്തോഷിച്ചേനെ. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ശാപമാണ്. കാരണം ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് പുറത്തു കിടക്കാനുള്ള ബുദ്ധി നമുക്ക് വർക്കൗട്ട് ആവൂല, അതിൽ നമ്മൾ പെട്ടുപോകും. അതാണ് കാരണം. അതായത് അങ്ങനെ ശപിച്ചു. അപ്പോ അങ്ങനെ നീ ഉപഹർണൻ എന്നുള്ള നാമത്തിൽ ഒരു ഗന്ധർവനായി പിറക്കുമെന്നും ബ്രഹ്മദേവൻ പറയുകയുണ്ടായി. അന്ന് നീ വലിയൊരു ഗായകനാകുമെന്നും വീണാപ്രയോഗത്തിൽ അതികായനാവുമെന്നും അങ്ങനെ ഗന്ധർവ ജന്മത്തിന് ശേഷം നീ വൃഷലീപുത്രനായി ജനിക്കും എന്നും നാരദ മഹർഷിയെ നമ്മുടെ സ്വന്തം അച്ഛനായ ബ്രഹ്മാവ് ശപിക്കുകയുണ്ടായി. എന്നാൽ വിഷ്ണുപുത്രനായി ജനിക്കുമ്പോൾ നീ വലിയൊരു വിഷ്ണു ഭക്തനാവുകയും അതിനുശേഷം നീ എന്റെ തന്നെ പുത്രനായി വീണ്ടും ജനിക്കുകയും ചെയ്യും. അന്ന് ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിക്കാം എന്നും പറഞ്ഞു. അങ്ങനെ അന്ന് ചിത്രകേതു എന്നൊരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. സന്തതി ലഭിക്കാഞ്ഞ് ശോകാർത്ഥനായ ചിത്രകേതു 100 സംവത്സര കാലം പുഷ്കര സരസിന്റെ തീരത്ത് ശിവനെ തപസ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ശിവൻ പ്രത്യക്ഷനായി ബ്രഹ്മപുത്രനായ നാരദൻ ചിത്രകേതുവിന്റെ പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിക്കുകയുണ്ടായി. അതനുസരിച്ച് ചിത്രകേതുവിന്റെ ഭാര്യ പ്രസവിക്കുകയും പുരോഹിതൻ ശിശുവിനെ ഉപബർഹണൻ എന്ന് പേരിട്ടു. അത് നാരദൻ തന്നെയാണ് മറ്റൊരു ജന്മത്തിൽ ജനിക്കുന്നത്. കുമാരൻ വിഷ്ണു ഭക്തനായാണ് വളർന്നത്. ബൃഹസ്പതി ഉപഹർണനെ ഹരിപൂജ അഭ്യസിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഉപഹർണൻ ഹിമാലയ സാനുക്കളിൽ പോയി പ്രാന്തപ്രദേശത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. ഉപഹർണൻ ഒരിക്കൽ സമാധിയിൽ ഇരിക്കവേ ചിത്രരഥൻ എന്നുള്ള ഗന്ധർവ രാജാവിന്റെ പുത്രിമാരായ 50 കന്യകമാർ ആ വഴി വരികയും അവരുടെ സ്വരങ്ങൾ കേട്ട് ഉപകർണൻ അദ്ദേഹത്തിന്റെ തപസ്സിൽ നിന്നും വെളിയിലോട്ട് വരികയും അങ്ങനെ ഉപകർണൻ ഈ 50 കന്യകമാരിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ കല്യാണം കഴിക്കുകയും ചെയ്തു. മറ്റൊരു അവസരത്തിൽ ഉപബർഹണൻ രംഭാദേവിയെ കണ്ട് ആസക്തചിത്തനായതായിട്ട് ശാസ്ത്രങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രജാപതികൾ കോപിക്കുകയും അദ്ദേഹത്തിന്റെ ശാപമേറ്റ് അദ്ദേഹം നേരത്തെ മരണപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നേരത്തെ മരണപ്പെട്ട വിഷയം കേട്ട് ഉപഹർണന്റെ ഭാര്യയായ മാലതി ബ്രഹ്മാവിനെയും യമനെയും മൃത്യുദേവനെയും ശപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് കണ്ട് ഇവർ മൂന്നുപേരും വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിക്കുകയും അങ്ങനെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി അവിടെ ഒരു ബ്രാഹ്മണൻ രൂപത്തിൽ ബ്രഹ്മാവും യമനും മൃത്യുദേവനും വിഷ്ണു ഭഗവാനെ ഈ ശാപം അവർക്ക് വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞ് മാലതി ശപിക്കാൻ പോണു എന്നുള്ള വിവരം മനസ്സിലാക്കി വിഷ്ണു ഭഗവാനെ അവർ ശരണം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ വിഷ്ണു ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചിട്ട് മാലതിയുടെ അടുക്കിലേക്ക് തന്നെ അവരെ പറഞ്ഞയക്കുകയുണ്ടായി. ബ്രഹ്മാവും മൃത്യുവും യമരാജനും മാലതി ദേവിയെ കണ്ട് അവരെ ശപിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു ബ്രാഹ്മണൻ കടന്നു വരികയും ഉപകർണന്റെ മരണത്തെ പറ്റി ബ്രഹ്മാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കണക്ക് പ്രകാരം ഉപകർണന് വീണ്ടും 1000 വർഷത്തെ ജീവിതം പെൻഡിങ് ഉണ്ടായിരുന്നു. എന്നാൽ പ്രജാപതിയുടെ ശാപം കൊണ്ടാണ് നേരത്തെ മരണമടയേണ്ടി വന്നു എന്നുള്ള വിവരം അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അപ്പോ അത് ബ്രഹ്മാവ് സമ്മതിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ രൂപം ബ്രഹ്മദേവന്റെ ഫ്രണ്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണൻ മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ചു. കാരണം അത് മഹാവിഷ്ണു രൂപം മാറി വന്നാണ് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ അവസാനം അവര് ഉപകർണനെ വീണ്ടും ജീവിതത്തിലേക്ക് ആയുസ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു.
അങ്ങനെ ഉപകർണൻ കണ്ണ് തിരുമ്മി തിരിച്ച് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ മാലതി ദേവിയോട് കൂടെ എത്രയോ പുത്രനും പൗത്രന്മാരുമായി വർഷങ്ങളോളം നല്ല രീതിയിൽ ഭൗതിക ലോകത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ആ ജന്മത്തിൽ നാരദ മഹർഷി ജീവിച്ചു എന്ന് പുരാണങ്ങളിൽ നമുക്ക് ഒരു കഥ നാരദ മഹർഷിയുടെ ഉപകർണൻ എന്നുള്ള ഗാന്ധർവ രൂപത്തിൽ നാരദ മഹർഷി ഉണ്ടായതിനെ കുറിച്ച് ഒരു കഥയുണ്ട്. രണ്ടാമത്തെ ഒരു കഥ എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് കാലാവതിയുടെ പുത്രൻ ആയ നാരദ മഹർഷി എന്നുള്ളതാണ്. കാലാവതിയുടെ ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അമ്മ സർപ്പത്തിന്റെ ദംശനമേറ്റ് മരിച്ചു അപ്പോ എന്നുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും കൂടെ ഞാനൊന്ന് പറയാം. കന്യാകുബ്ജം എന്നുള്ള സ്ഥലത്ത് ദ്രുമിളൻ എന്നൊരു ചക്രവർത്തി നാടുവാണിരുന്നു. അദ്ദേഹം അപുത്ര ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടി, പുത്രന്മാരില്ലാത്ത ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടി ഭാര്യയായ കാലാവതിയും ഒന്നിച്ച് ഗംഗാതീരത്ത് ചെന്ന് തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. കാലാവതി കശ്യപനെ പൂജിച്ച് പ്രീതിപ്പെടുത്തുകയും അങ്ങനെ അനുഗ്രഹം വാങ്ങി ഗർഭവതിയാവുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് സംഘ പരിത്യാഗം സ്വീകരിച്ച ദ്രുമിളൻ വനവാസത്തിൽ പോവുകയും സർവ്വസമ്പത്തുകളെയും ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്യുകയും അദ്ദേഹം ചെയ്തു. അങ്ങനെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ദ്രുമിളൻ വനത്തിൽ വച്ച് മരിക്കുകയുണ്ടായി. അപ്പൊ പതിവ്രതയായ കാലാവതി ചിതയിൽ ചാടുവാൻ സന്നദ്ധയാവുകയും ഉടനെ തന്നെ ആകാശത്തിൽ മുഴങ്ങിയ ഒരു അശരീരി കാരണം ആത്മഹത്യ ചെയ്യാതെ ദേവി അവിടെ ഒരു ഗ്രാമത്തിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ ദാസി എന്നുള്ള രീതിയിൽ അവിടുത്തെ ദാസപ്പണി ചെയ്ത് മുന്നോട്ട് താമസിക്കവേ കാലാവധി നേരത്തെ ഗർഭം ധരിച്ചിരുന്നത് കൊണ്ട് പ്രസവിക്കുകയും അങ്ങനെ നാരദ മഹർഷി ഈ കാലാദേവിയുടെ പുത്രനായി ആ ജന്മത്തിൽ ജനിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഈ ദേവി പ്രസവിച്ച ഈ നാരദന്റെ ഈ ജന്മത്തിൽ ദേവി പ്രസവിച്ചത് ഉടനെ തന്നെ അത്രയും കാലം അവിടെ മഴയില്ലാതിരുന്ന ആ രാജ്യത്ത് ഈ ശിശുവിന്റെ ജനനത്തോടു കൂടി മഴ പെയ്യുകയുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ കാലാവധി യുടെ സ്വാമിയായ ബ്രാഹ്മണൻ ശിശുവിനെ നാരദൻ എന്ന് പേരിടുകയുണ്ടായി. അങ്ങനെ മഴ വന്നതിന്റെ സന്തോഷത്തിൽ കാലാവധിയുടെ പരിചരണം സ്വീകരിച്ചിരുന്ന അവിടുത്തെ ആ ബ്രാഹ്മണൻ നാരദൻ എന്നുള്ള പേര് ആ കലാവതിയുടെ പുത്രന് നൽകുകയുണ്ടായി. അങ്ങനെ ശിശു വളർന്നപ്പോൾ തന്റെ പൂർവ്വജന്മ കഥകളെല്ലാം ശിശുവിന് ഓർമ്മയുണ്ടായിരുന്നു. പൂർവ്വജന്മത്തിലെ നാരദന്റെ വൃത്താന്തങ്ങളെല്ലാം ദേവിക്ക് സ്വന്തം മാതാവിന് ആ നാരദൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുമാരൻ നല്ല രീതിയിൽ വിഷ്ണു ഭക്തനായി തീരുകയും അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ പശുവിനെ കറക്കാൻ എന്നുള്ള രീതിയിൽ കലാവതി മുന്നോട്ട് നടന്നപ്പോൾ ഒരു സർപ്പം കടിച്ച് ദംശനമേറ്റ് ദേവി മരണപ്പെടുകയും ഉണ്ടായി. എന്നാൽ ആ സമയത്ത് സ്വാഭാവികമായിട്ട് ആ സ്ഥലത്ത് ദേവി പരിചരണം ചെയ്തിരുന്ന ആ ആശ്രമത്തില് വേഷപ്രച്ഛന്നായി അവിടെ പരമശിവനും അതുപോലെ തന്നെ 3 അനുചരന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നാരദ മഹർഷിയുടെ നിസ്സഹായത കണ്ട് വിഷ്ണു ഭക്തിയും ശുശ്രൂഷ തൽപരതയും നാരദനുണ്ടെന്ന് കണ്ട് അവർ സന്തോഷിക്കുകയും അവർ കഴിച്ചിരുന്ന ഉച്ഛിഷ്ടം ഭക്ഷിക്കാൻ വേണ്ടി നാരദ മഹർഷിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ബാലകൻ നല്ല പരമഭക്തരായ ഈ ദേവന്മാര് വേഷപ്രച്ഛന്നരായി അവിടെ വന്ന് നാരദ മഹർഷിയുടെ സേവനം സ്വീകരിക്കുകയും ആ ഋഷിവര്യന്മാരുടെ അടക്കമുള്ള ഉച്ഛിഷ്ടം കഴിച്ചത് കൊണ്ട് തന്നെ ബോധമണ്ഡലത്തിൽ വലിയ പരിവർത്തനം നാരദ മഹർഷിക്ക് വരികയും നല്ല ഒരു വിഷ്ണു ഭക്തനായി മാറുകയും ചെയ്തു ആ ജന്മത്തിൽ. അങ്ങനെ അവർ പാടിയ ഹരികഥകളെല്ലാം കേട്ട് അവർക്ക് വേണ്ടുന്ന സർവീസും സേവനങ്ങളും ചെയ്ത് അവർ തന്ന ഉച്ഛിഷ്ടങ്ങളും ഭക്ഷിച്ച് നാരദ മഹർഷിക്ക് നല്ല ബോധമണ്ഡലത്തിൽ വ്യത്യാസം വരികയും പരിപൂർണ വിഷ്ണു ഭക്തനായി തീരുകയും ആ ജന്മത്തിൽ ചെയ്തു. അങ്ങനെ ചാതുർമാസ്യം കറഞ്ഞ് പുറപ്പെടാൻ സന്നദ്ധരായ ശിവാദികളും ഋഷിവര്യന്മാരും നാരദനെ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുകയും അങ്ങനെ ദിവ്യജ്ഞാനം ലഭിച്ച നാരദൻ ഗംഗാ തീരത്ത് തന്നെ വീണ്ടും താമസിച്ച് ഒരു കാലത്ത് ആ ജന്മത്തിൽ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു കഥ നമുക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. കലാവതിയുടെ പുത്രൻ എന്നുള്ള മറ്റൊരു കഥ. പിന്നെ ഒരു കഥ എന്ന് പറയുന്നത് നാരദ മഹർഷിയെ കുറിച്ച് പറയുന്നത് കപിജന്മം. അദ്ദേഹം വാനരനായി ശാപം കാരണം ജനിക്കാനിടയായി, വാനര രൂപം ധരിക്കാനിടയായി എന്നുള്ള ഒരു കഥ നമുക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അതായത് ഗംഗാതടത്തിൽ വെച്ച് മരിച്ച നാരദൻ വീണ്ടും ബ്രഹ്മാവിന്റെ തന്നെ പുത്രനായി ബ്രഹ്മദേവൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ജനിക്കുകയുണ്ടായി.
അങ്ങനെ നാരദൻ വിവാഹം കഴിക്കണമെന്ന് ബ്രഹ്മദേവൻ അന്നത്തെ കാലത്ത് ആഗ്രഹിച്ചിരുന്നു. ഈശ്വരദാനത്തിൽ മുഴുകി കഴിയാനായിരുന്നു അന്നും നാരദ മഹർഷിക്ക് ആഗ്രഹം. അത് കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, ഗൃഹസ്ഥാശ്രമത്തിൽ മോശമൊന്നുമില്ല, കാരണം 4 ആശ്രമവും നമ്മൾ ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താൻ വേണ്ടിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഗൃഹസ്ഥാശ്രമം എടുക്കുന്നതിൽ വിഷമം വിചാരിക്കരുത് എന്ന് പറയുകയുണ്ടായി. എന്നാലും അത് സഞ്ജയൻ എന്നൊരു മഹർഷിയുടെ പുത്രിയായി മാലതി എന്നുള്ളൊരു ദേവി ഉണ്ടാവും. അവർ ദമയന്തി എന്നുള്ളൊരു ദമയന്തി അല്ലെങ്കിൽ മാലതി എന്നുള്ളൊരു ദേവി നിങ്ങൾക്ക് നല്ലൊരു അനുയോജ്യയായ ഒരു പെൺകുട്ടിയാണ്, കല്യാണം കഴിക്കണമെന്ന് ബ്രഹ്മദേവൻ ഉപദേശിച്ചു. ആ ജന്മത്തിൽ നീ അവരുടെ ഭർത്താവുമാകുമെന്ന് പരമേശ്വരൻ അവൾക്ക് നേരത്തെ തന്നെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം നാരദ മഹർഷിയോട് ബ്രഹ്മദേവൻ പറഞ്ഞു. അതുകൊണ്ട് ഹിമാലയ പ്രാന്തങ്ങളിൽ പോയി നരനാരായണന്മാരുടെ ആശ്രമത്തിൽ ബദരികാശ്രമത്തിൽ പോവുകയാണെങ്കിൽ മാലതിയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് നാരദ മഹർഷിയെ ബ്രഹ്മദേവൻ ഉപദേശിച്ചു. അങ്ങനെ നാരദൻ ബദരികാശ്രമത്തിൽ പോവുകയും അവിടെ നരനാരായണ ഋഷിമാരുടെ സാന്നിധ്യത്തിൽ വച്ച് സഞ്ജയൻ എന്ന ഒരു രാജാവിന്റെ അല്ലെങ്കിൽ മഹർഷി എന്നും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പുത്രിയായ മാലതി അല്ലെങ്കിൽ ദമയന്തി എന്നു പേരുള്ള ആ ദേവിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. അതിനു മുമ്പ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അന്നൊരിക്കൽ നാരദനും പർവ്വത മഹർഷിയും കൂടി തീർത്ഥാടനം ചെയ്യുകയുണ്ടായി. പർവ്വത മഹർഷി എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്. അദ്ദേഹം കൂടെ ഒരുമിച്ച് ഒരു ഭൂമിയിൽ ഒരു കറക്കം നടത്താൻ വേണ്ടി തീരുമാനിച്ച് അവര് ഇറങ്ങി. തീർത്ഥാടന മധ്യേ അവർ ചാതുർമാസം അനുഷ്ഠിക്കുവാനായി സഞ്ജയ ചക്രവർത്തിയുടെ ആശ്രമത്തിൽ ചക്രവർത്തിയുടെ സന്നിധിയിൽ വരികയുണ്ടായി. അവിടെ മഹർഷി അവിടെ ചാതുർമാസം അവിടെ അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സഞ്ജയ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പുത്രിയായ ദമയന്തിയെ ഇതൊരു മറ്റൊരു കഥയാണ്. പുത്രിയായ ദമയന്തിയെ മാലതിയെ അവരുടെ സേവനത്തിന് പരിചരണത്തിന് വിടുകയും ചെയ്തു. എന്നാൽ ദമയന്തി സ്വാഭാവികമായിട്ടും കുറച്ച് നാരദ മഹർഷിയോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി. ഇത് നാരദ മഹർഷിക്ക് തോന്നുകയുണ്ടായി, എന്നാൽ അത് പുറത്തു പറഞ്ഞില്ല. എന്നാൽ ഒരു പ്രാവശ്യം പർവ്വത മഹർഷി നാരദനോട് ചോദിച്ചു, ദമയന്തി താങ്കളിൽ ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, എനിക്കും അങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ ഭൂമി പര്യടനത്തിന് ഇറങ്ങിയപ്പോൾ സർവ്വ രഹസ്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാര്യം ഞാൻ ചോദിക്കുന്നതല്ലാതെ താങ്കളായിട്ട് എൻ്റെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുകൊണ്ട് നീ ഒരു കൊരങ്ങനായി പോകട്ടെ എന്ന് പറഞ്ഞ് പർവ്വത മഹർഷി നാരദനെ ശപിക്കുകയുണ്ടായി. അപ്പോ അത് അങ്ങനെ ഒരു സാഹചര്യം അനാവശ്യമായി ഉണ്ടാക്കിയത് കൊണ്ട് നാരദ മഹർഷിയും പർവ്വതനെ ശപിക്കുകയുണ്ടായി. അങ്ങ് യമലോകത്തിൽ നരകത്തിൽ 100 സംവത്സരം പോയി ജനിച്ച് താമസിക്കട്ടെ എന്ന് പറഞ്ഞ് പർവ്വത മഹർഷിയെ നാരദനും തിരിച്ച് ശപിക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും ഉടനെ തന്നെ നാരദൻ കൊരങ്ങനായി മാറുകയുണ്ടായി. എന്നാൽ ആ കൊരങ്ങനായ അവസ്ഥയിൽ കൂടി ഈ അവസ്ഥ കണ്ടറിഞ്ഞ മാലതി അല്ലെങ്കിൽ ദമയന്തി ഒരിക്കലും നാരദനുള്ള സ്നേഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അപ്പോ നാരദനാകുന്ന വ്യക്തി ശാപം കൊണ്ട് കൊരങ്ങനായിട്ട് കൂടി നാരദനെ തന്നെ കല്യാണം കഴിക്കും. ആ കൊരങ്ങന്റെ രൂപത്തിലിരിക്കുന്ന നാരദ മഹർഷിയെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ഷാഠ്യം പിടിച്ച ദമയന്തിയെ അദ്ദേഹത്തിന്റെ അച്ഛനായ സഞ്ജയ് മഹാരാജാവ് ശരി എങ്കിൽ ആ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും വാനരനായി തീർന്ന നാരദനെ തന്നെ ദമയന്തിക്ക് ഭർത്താവായി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 100 വർഷം കഴിയുകയുണ്ടായി. അപ്പൊ ഈ 100 വർഷം കഴിഞ്ഞപ്പോൾ നേരത്തെ നാരദന്റെ ശാപം കൊണ്ട് നരകത്തിൽ പോയി ജനിച്ച പർവ്വത മഹർഷി ആ 100 വർഷം കഴിഞ്ഞ് ശാപമോഷം കാരണം തിരിച്ചു വരികയും അദ്ദേഹം ഈ പറഞ്ഞ സഞ്ജയ മഹാരാജാവിന്റെ സന്നിധിയിൽ എത്തുകയും ചെയ്തു. അപ്പോഴും അവിടെ കൊരങ്ങനായിരിക്കുന്ന നാരദനെ കണ്ട് ശാപമോഷം പർവ്വത മഹർഷി നാരദന് കൊടുക്കുകയും അതിനുശേഷം ദമയന്തിയും ഒത്ത് വർഷങ്ങളോളം നാരദ മഹർഷി സന്തോഷമായിട്ട് ഗൃഹസ്ഥ ജീവിതം അനുഭവിച്ചു എന്ന് കപിജന്മം എന്നുള്ള ഒരു ജന്മത്തിൽ നാരദ മഹർഷിയുടെ വൃത്താന്തത്തിനെ കുറിച്ച് നമുക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു നാരദ മഹർഷിയുടെ ജന്മമായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കഥ എന്ന് പറയുന്നത് ദക്ഷന്റെ പുത്രനായി നാരദ മഹർഷി ജനിക്കുകയുണ്ടായി. അത് നല്ലൊരു കഥയാണ്. അതായത് ദേവസൃഷ്ടി, അതായത് ബ്രഹ്മദേവൻ ഭഗവാന്റെ ആജ്ഞപ്രകാരം ഉണ്ടാക്കിയ സൃഷ്ടിയെ വിസർഗം എന്നാണ് പറയുന്നത്. സർഗസൃഷ്ടി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ വരെയുള്ള സൃഷ്ടിയാണ്. വിസർഗ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന് ഭഗവാൻ ആജ്ഞ കൊടുത്തതിന് ശേഷം ബ്രഹ്മദേവൻ ഉണ്ടാക്കിയ സൃഷ്ടിയാണ് വിസർഗം എന്ന് പറയുന്നത്. അങ്ങനെ വിസർഗം എന്നുള്ള ആ ഒരു സൃഷ്ടി കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഭഗവാൻ
ബ്രഹ്മദേവന് ഉപദേശം കൊടുത്തതിനു ശേഷം ബ്രഹ്മാവ് കൊടുത്ത ബ്രഹ്മാവ് ഉണ്ടാക്കിയ സൃഷ്ടികളെയാണ് വിസർഗ സൃഷ്ടി എന്ന് നമ്മൾ പറയുന്നത്. ആ വിസർഗ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രഹ്മദേവൻ കുറെ ദേവന്മാർക്ക് സൃഷ്ടി കർമ്മം ദേവന്മാരെ എല്ലാം സൃഷ്ടി ചെയ്തതിനു ശേഷം ബ്രഹ്മാവ് ദക്ഷനെ അടുക്കൽ വിളിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് സപ്തർഷികളെ സൃഷ്ടിച്ചു, കോപത്തിലൂടെ രുദ്രനെ സൃഷ്ടിച്ചു, മടിയിലൂടെ നാരദനെ സൃഷ്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ബ്രഹ്മദേവൻ ദേവന്മാരെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം ദക്ഷ പ്രജാപതിയെ വിളിച്ചിട്ട് ബ്രഹ്മദേവന്റെ തന്നെ മറ്റൊരു പുത്രിയായ വീരണിയെ വിവാഹം കഴിച്ച് പ്രജാസൃഷ്ടി ഡെവലപ്പ് ചെയ്യുക എന്ന് ഉപദേശം കൊടുത്തു. അപ്പോ അത് സ്വീകരിച്ച് ദക്ഷ പ്രജാപതി 5000 പുത്രന്മാരെ വിരണിയിൽ സൃഷ്ടിച്ചു. അപ്പൊ 5000 ഈ പ്രജകളുടെ പേര് ഹര്യേശ്വരന്മാർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഹര്യേശ്വരന്മാരോട് ദക്ഷപ്രജാപതി ഉപദേശം നൽകി പ്രജാസൃഷ്ടി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ഉപദേശം നൽകി. എന്നാൽ ഇത് മനസ്സിലാക്കിയ നാരദൻ ഈ ഹര്യേശ്വരന്മാരെ പോയി കാണുകയും അവരോട് 1-2 കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. നിങ്ങൾ പ്രജാസൃഷ്ടി നടത്താൻ പോവുകയല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ പ്രജകൾക്കെല്ലാം വസിക്കുവാൻ വേണ്ടി ഭൂമിയിൽ സ്ഥലം തികയുമോ എന്ന് ചോദിച്ചു. അപ്പോ അവർക്ക് ഉത്തരമുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രജകൾക്ക് താമസിക്കാൻ പറ്റുന്ന അത്രത്തോളം ഭൂമിക്ക് വലിപ്പമുണ്ടോ എന്ന് നോക്കാൻ ഭൂമിയുടെ അറ്റം എന്തുകൊണ്ട് നിങ്ങൾ അളന്നില്ല? ഇപ്പൊ തന്നെ നിങ്ങൾ പോയി അളന്നിട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ഓട്ടിച്ചു. അങ്ങനെ ഇവര് ഹര്യേശ്വരന്മാര് ഭൂമിയുടെ അറ്റം കണ്ടെത്താൻ വേണ്ടി ഈ നാനാ ദിക്കിലേക്കും ചിതറി ഓടുകയുണ്ടായി അതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ. അങ്ങനെ ഓടിയ ആൾക്കാർ അതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റാതെ പോയ ആൾക്കാർ ആരും തിരിച്ചു വന്നില്ല. അങ്ങനെ തിരിച്ചു വരാതെ ആയപ്പോഴത്തേക്കും ദക്ഷപ്രജാപതിക്ക് വിഷമം ഉണ്ടാവുകയും പ്രജാകർമ്മം ഡെവലപ്പ് ചെയ്യാൻ, പ്രജാസൃഷ്ടി നടത്തി പ്രജകളെ ഡെവലപ്പ് ചെയ്യാൻ ബ്രഹ്മാവ് കൊടുത്ത ഉപദേശം ഹര്യേശ്വരന്മാർ വഴി നടക്കാതായപ്പോൾ വീണ്ടും ഒരു 5000 മക്കളെ വീണ്ടും അദ്ദേഹം സൃഷ്ടിച്ചു. അവരെ അറിയപ്പെടുന്നത് ശബലേശ്വരന്മാരെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ശബലേശ്വരന്മാര് പ്രജാസൃഷ്ടി നടത്താൻ ശ്രമിക്കവേ അപ്പോഴും ഈ ദേവർഷിയായ നാരദൻ അവരെ പോയി കാണുകയും ഇതേ ചോദ്യം അവരോട് ആവർത്തിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് ഉത്തരമില്ലാതായപ്പോൾ അവർ വീണ്ടും ഈ ലോകത്തിലേക്ക് പല ദിക്കിലേക്കും ചിതറി ഓടുകയുണ്ടായി. അവരും തിരിച്ചു വന്നില്ല. അപ്പൊ അവരും തിരിച്ചു വരാതെ ആയപ്പോഴത്തേക്കും ദക്ഷപ്രജാപതി വീണ്ടും വിഷമിക്കുകയും വീണ്ടും ഒരു 5000 പേരെ സൃഷ്ടിക്കുകയും ചെയ്തു. അവർക്കും പ്രജാ സൃഷ്ടി നടത്താൻ വേണ്ടി കൽപ്പന കൊടുത്തു. എന്നാൽ അവിടെയും വീണ്ടും നാരദ മഹർഷി വന്ന് അവരെയും പ്രജാസൃഷ്ടി നടത്താൻ സമ്മതിക്കാതെ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഓടിക്കുകയുണ്ടായി. അപ്പോ നാരദ മഹർഷിയോടുള്ള ദേഷ്യം കാരണം ദക്ഷപ്രജാപതി നാരദനെ ശപിക്കുകയുണ്ടായി. എങ്ങനെയാണോ എന്റെ മക്കൾ ഒരിടത്തും നിൽക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ നീ ഒരിടത്തും നിൽക്കാതെ ഈ ലോകം മുഴുവനും സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കട്ടെ, അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ എന്ന് പറഞ്ഞ് നാരദ മഹർഷിയെ ശപിക്കുകയുണ്ടായി. അതേപോലെ നീ എന്റെ മക്കളെ നീ ഓട്ടിച്ച് നീ തന്നെ എന്റെ ഒരു മകനായി മറ്റൊരു അവസരത്തിൽ ഇവിടെ എന്റെ മകനായി വന്ന് ജനിക്കുമെന്ന് പറഞ്ഞും കൂടെ ഒരു ശാപം കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇത് ശരിക്കും വിഷ്ണു പുരാണത്തിൽ 1-ാം അംശം 15-ാം അധ്യായത്തിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നാരദ മഹർഷി ലോകം മുഴുവനും ഒരു സ്ഥലത്ത് നിൽക്കാതെ സഞ്ചരിക്കാൻ തുടങ്ങിയത്. പിന്നെ ഊർവശി ശാപം ഉപകാരമായത് എന്നതുപോലെ നാരദ മഹർഷിയുടെ യഥാർത്ഥ ആഗ്രഹം ലോകം മുഴുവനും സഞ്ചരിച്ച് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള നാരദ മഹർഷിക്ക് ദക്ഷന്റെ ഈ ശാപം ഫലത്തിൽ ഉപകാരമാവുകയാണ് ചെയ്തത്. എപ്പോഴും ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അത് അദ്ദേഹത്തിന് ആത്യന്തികമായി ഗുണമായി വരും എന്നുള്ള ലീലയാണ് ഇതിലൂടെ നമുക്ക് നാരദൻ പറഞ്ഞു നൽകുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഇങ്ങനെ ഓരോ നാരദന്റെ ജന്മത്തിലും നാരദൻ വ്യത്യസ്തമായ ഗുണപാഠ കഥകൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ അടുത്ത ഒരു കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പുഴുവായിട്ട് നാരദൻ ജനിച്ചതാണ്. പുഴുവായിട്ട് ഒരു നാരദൻ ജനിച്ച് ഒരിക്കൽ പുഴുവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു രാജാവ് ഒരു രഥത്തിലൂടെ സ്പീഡിൽ പോവുകയുണ്ടായി. അപ്പോ കുറച്ച് പതുക്കെ നടന്നിരുന്നെങ്കിൽ ആ പുഴുവിന് ആ രഥത്തിന്റെ ചക്രം ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ്. അപ്പൊ ആ പുഴു വളരെ സ്പീഡില്, ഈ പുഴു എന്ന് പറയുന്നത് നാരദന്റെ ജന്മമാണ്, നാരദനാണത്. അപ്പൊ പെട്ടെന്ന് സ്പീഡില് രഥത്തിന്റെ ചക്രം ശരീരത്തിൽ കയറാതെ വളരെ പാടുപെട്ട് സ്പീഡിൽ ഓടി രക്ഷപ്പെടുകയുണ്ടായി. അപ്പൊ ആ രഥത്തിൽ രാജാവ് ഇദ്ദേഹത്തിന്റെ വെപ്രാളം, ഈ പുഴുവിന്റെ വെപ്രാളം കണ്ട് ചിരിക്കുകയുണ്ടായി. അപ്പൊ ചിരിച്ച ആ രാജാവിന് ആ പുഴു ഒരു ഉപദേശം കൊടുത്തു. അതിങ്ങനെയാണ്: ഇതിൽ ചിരിക്കാനൊന്നുമില്ല, ഓരോ ജന്മത്തിലും ശരീരം ആത്മാവിന് പ്രിയങ്കരമാണ്.
അങ്ങയുടെ ശരീരത്തോടെ അങ്ങേക്ക് താല്പര്യമുള്ളതുപോലെ ഞാൻ എൻ്റെ ശരീരത്തെയും സംരക്ഷിച്ചു പോകുന്നു എന്ന് മഹാഭാരതത്തിൽ ഈ കഥ ഉപകഥയായിട്ട് പറയുന്നു. അപ്പോ നമുക്ക് ഏത് ശരീരം കിട്ടിയാലും അതിനകത്ത് ആത്മാവിനെ വസിക്കാൻ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു അവസരം കിട്ടുന്നത് കൊണ്ട് ഏത് ശരീരം കിട്ടിയാലും ആ ശരീരം ആത്മാവ് അതിനകത്ത് ഉള്ളിടത്തോളം കാലം അത് വിലപ്പെട്ടത് തന്നെയാണ്. അത് പുയുവിന്റെ ശരീരമായാലും ഏത് ശരീരമായാലും. പക്ഷെ ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ കൃഷ്ണാവബോധം വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ആ ഒരു ലീലയിലൂടെ നാരദ മഹർഷി നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഇനിയും കുറച്ച് നല്ല കഥകൾ പറയാൻ 5 കഥ നമ്മൾ കവർ ചെയ്തു. നമുക്കിനി 13 കഥയിൽ 5 കഴിഞ്ഞുള്ളൂ. നല്ല നല്ല കഥകൾ ഇനിയും വരുന്നുണ്ട്. നാരദൻ സ്ത്രീയായ ഒരു കഥയും നാരദ മഹർഷി ഭക്തി ദേവി ജ്ഞാന വൈരാഗ്യത്തിനെ മീറ്റ് ചെയ്യുന്ന കഥയും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനെ നാരദ മഹർഷി ദ്വാരകയിൽ പോയി 16,108 കൊട്ടാരത്തിൽ പോയി ഭഗവാനെ പരീക്ഷിക്കാൻ ശ്രമിച്ച കഥയും മഹാവിഷ്ണു നാരദന്റെ അഹങ്കാരം, ഞാൻ വലിയൊരു ഗായകനാണ് എന്നുള്ള അഹങ്കാരം മഹാവിഷ്ണു നേരിട്ട് ഇടപെട്ട് നാരദ മഹർഷിക്ക് അഹങ്കാരം തീർത്തു കൊടുത്ത കഥയും ഹനുമാനും നാരദനും കൂടെ പാറയെ അലിയിപ്പിച്ച ഒരു കഥയും അതിലൂടെ ഹനുമാൻ നാരദന്റെ അഹങ്കാരം തീർത്തു കൊടുത്ത കഥയും അതേപോലെ നാരദന് എന്താണ് മായ എന്ന് അറിയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം വന്നപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ നാരദന്റെ മായ എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നാരദനെ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു കഥയും സനൽകുമാരൻ മഹർഷിമാര് നാരദന് ഉപദേശം നൽകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കഥയും നമുക്ക് പ്രധാനമായിട്ടുള്ള കഥകളായി പറയാനുണ്ട്. മറ്റു 3 കഥകൾ എന്ന് പറയുന്നത് വേറെ 1-2 നാരദന്റെ ഗർഭം അടങ്ങിയ മറ്റൊരു കഥ, നാരദന് കിട്ടിയ മറ്റു ശാപങ്ങൾ എന്നുള്ള കുറെ കഥകള്, അങ്ങനെ വീണ്ടും ഒരുപാട് പോയിന്റ്സ് നമുക്ക് നാരദ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട നല്ല നല്ല കഥകളാണ്. നാരദിന് പറ്റിയ അമളി എന്നതിനെ കുറിച്ച് ഒരു കഥയുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്നതാണ്. ഇതല്ലാതെ മഹാഭാരതത്തില് നാരദൻ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. അത് മാത്രം ഒരു 68 പോയിന്റ്സ് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ഇനിയുള്ള നാരദ മഹർഷിയെ കുറിച്ചുള്ള പാർട്ട് 2 എന്നുള്ള രീതിയിലുള്ള ഒരു കഥയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. പരമാത്മാവിനെ കുറിച്ച് നമുക്കൊരു പാർട്ട് 2 പെൻഡിങ് ഉണ്ട്. അതേപോലെ വ്യാസദേവനെ കുറിച്ച് ഒരു പാർട്ട് 2 നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇനി ഭഗവാൻ നമുക്ക് അവസരം തരുമാറാകട്ടെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. സ്വാഗതം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. പിന്നെ കുറെ പ്രാവശ്യം നാരദനെ പറ്റി ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രഭു പറഞ്ഞ പോലെ പല കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അത് പല യുഗത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു പോയിന്റ് കിട്ടി. കുറെ പ്രാവശ്യം നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊക്കെ വിചാരിക്കുന്നത് എങ്ങനെയാ നാരദർ അങ്ങനെ ജനിച്ചു വീണ്ടും ജനിക്കും അങ്ങനെ പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ലല്ലോ പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഓരോരോ യുഗങ്ങളിലായിട്ടാണ് കിട്ടിയതെന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. വളരെ നന്ദി. ആണ്, നല്ല കുറെ കഥകളൂടെ ഉണ്ട്. അതും കൂടെ ഇനി ഒരിക്കൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടണം. നന്നായിരിക്കും. നല്ല നല്ല കഥകളുണ്ട്. അടുത്ത പാട്ടിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ചർച്ച ചെയ്യപ്പെടാം. ജനങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോഴേ ഓരോരോ കഥകളായിട്ട് വേണമെങ്കിൽ പറഞ്ഞായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ നാരദന്റെ? അല്ല, കാരണം അതിനു വേണ്ടി നോക്കുമ്പോ ചിലപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാർട്ടുകൾ ഇങ്ങനെ നമ്മൾക്ക് വേറെ വെക്കണം എന്ന് വിചാരിക്കുമ്പോഴും ബിസി ആയിട്ട് ഇങ്ങനെ പോവാണല്ലോ. ഹരേ കൃഷ്ണ. ഇപ്പൊ തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരവും ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ വീണ്ടും ഒരു ക്ലാസ്സും കൂടെ വെച്ചാല് ഭക്തജനങ്ങള് വിഷമിക്കും. ഭാഗവതം ക്ലാസ്സിൽ തന്നെ നമുക്ക് മറ്റൊരു അവസരം വരുമ്പോ ഇതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ചർച്ച ചെയ്യപ്പെടാം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കുന്ന മനോഹരമായ ശ്രീമദ് ഭാഗവതം, ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സുകളിലേക്ക് ഹൃദയപൂർവ്വം എല്ലാ ഭക്തന്മാരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാധാ നീലമാസ സത്സംഗം കരമന ഇസ്കോൺ ട്രിവാൻഡ്രത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ മനോഹരമായ ഈ ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നിങ്ങൾ ക്ഷണിക്കണം. നിങ്ങൾ ഓരോരുത്തരും പുതിയ ആൾക്കാർക്ക് ഇതിന്റെ ലിങ്ക് അയച്ച് വരാൻ പറയണം. എന്തായാലും നമ്മൾ ഭാഗവതം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ഒരുപാട് ആൾക്കാർക്ക് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ. അതേപോലെ ഇതുവരെയുള്ള ക്ലാസ്സും നമുക്ക് ആർക്കും മിസ്സാവത്തില്ല. കാരണം ഇതെല്ലാം അഭയചരണം TV എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ അപ് ടു ഡേറ്റ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രീമദ് ഭാഗവതം മുഴുവനും ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ക്ലാസ് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ശ്രീ രാധ നിലവ സത്സംഗം ഇത്രയും നല്ലൊരു ഉദ്യമം തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ഭക്തന്മാരുടെയും സഹകരണം കൊണ്ട് മാറി മാറി വരുന്ന വ്യത്യസ്ത സ്പീക്കർമാരുടെ മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. ഇന്ന് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന സൂം ടെക്നോളജി, ഇന്റർനെറ്റ്, മൊബൈൽ അടക്കമുള്ള ഈ ടെക്നോളജി കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുകയും ചൈതന്യ ചരിതാമൃതത്തിന് രാവിലെ ഭാഗവതം ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ ചൈതന്യ ചരിതാമൃതത്തിന് വരുന്ന ആൾക്കാർ ഭാഗവതത്തിന് വന്നിട്ടില്ല എങ്കിൽ ഇനി മുതൽ ഭാഗവതത്തിനും വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ നമുക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്വയം സമ്പൂർണ്ണ പ്രഭു ഓസ്ട്രേലിയയിലാണ്, തിരുവനന്തപുരത്തിലെ ഉള്ള ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് മാതാജി, അദ്ദേഹത്തിന്റെ അമ്മ, ഇവരെല്ലാം ഇനിഷ്യേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. അദ്ദേഹത്തിന്റെ ഫാദറിനില്ല മരണപ്പെട്ടു. ഇന്നലെ ആയിരുന്നു അടക്കമൊക്കെ. അപ്പൊ ആ ആത്മാവിന്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ആത്മാർത്ഥമായ ആ സോളിന്റെ സൽഗതിക്ക് വേണ്ടി മന്ത്രം ജപിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. 3 പ്രാവശ്യം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഞാന് പറയുന്നത് എല്ലാ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒരു ഭക്തന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ഈ ഭക്തന്മാര് നമ്മളിപ്പോ 3 പ്രാവശ്യം ഹരേകൃഷ്ണ മന്ത്രം പറഞ്ഞെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ സോളിന് ഗുണമായി തന്നെ പോയി ചേരും. ഇത് എല്ലാ മതങ്ങളിലും അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു മുസ്ലിമാണ്, മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ അടക്കം കഴിയുന്നതിന് മുമ്പ് പള്ളിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി ഒരു പ്രാർത്ഥന. അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി നിസ്കരിച്ചു. അപ്പൊ അതിൽ അവർ പറയുന്നത് 9 പേര് ഒരുമിച്ച് ചേർന്നാൽ ഉള്ള ഗുണം, 40 പേര് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്നിങ്ങനെ അവർക്ക് കണക്കുകളുണ്ട്. അപ്പോ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരു ആത്മാവിന്റെ മരണശേഷം ആത്മാവിന് ഗുണത്തിന് വേണ്ടി മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം ആത്മാവിന് ചെന്ന് ചേരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹിന്ദു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിക്കോട്ടെ, സനാതന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിക്കോട്ടെ, ഈവൻ ഖുറാൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് ആൾറെഡി പ്രാർത്ഥനകളുണ്ട്, മരണത്തിന് ശേഷമുള്ള അന്ത്യോപചാര പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ആർക്ക് വേണ്ടിയാണോ സമർപ്പണം ചെയ്യുന്നത് അവർക്ക് പോയി ചേരുമെന്നാണ്. അതുകൊണ്ട് ദയവായി ഭക്തജനങ്ങൾ ഒരുപാട് പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ജപിക്കാനോ സമയം കിട്ടിയില്ലെങ്കിലും ഇതുപോലെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ദയവായി പറയണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിനയപൂർണ്ണത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ആ സോളിന് എല്ലാ ഭാവിയിലുള്ള എല്ലാ സൗഭാഗ്യ ഭഗവാൻ കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ. നന്ദി. ഹരേ കൃഷ്ണ.